Hello buddies, welcome back and this is me. ഇന്നത്തെ വീഡിയോ നമ്മൾ Redmi Note 30 Pro Plusന്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, പിന്നെ ബെൽ ഐക്കൺ കൂടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ആദ്യത്തെ ചടങ്ങായ ഫോണിന്റെ സ്പെക്കിലേക്ക് കിടക്കാം. ഓക്കെ, ഡിസ്പ്ലേ ഇല്ലേ? അപ്പോൾ ഡിസ്പ്ലേ തന്നെ ആദ്യമേ തുടങ്ങിയിരിക്കാം. അപ്പോൾ ഡിസ്പ്ലേ സ്പെക്ക് നോക്കുമ്പോൾ 6.7 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷന്റെ കർവ്ഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ഉണ്ട്. 2800 നിറ്റ്സിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. Android 13 വരുന്നത്. 3 ആൻഡ്രോയിഡ് അപ്ഡേഷനും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. 4 സെക്യൂരിറ്റി പാച്ച് അപ്ഡേഷനും ഇത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. സ്വാഭാവികം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രൊസസ്സർ നോക്കുമ്പോൾ Dimensity 7200 Ultra 5G എന്ന് പറയുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പവർഫുൾ ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ്. LPDDR5 ഉണ്ട്. അടുത്തതായി ക്യാമറ സൈഡിലേക്ക് കിടക്കുമ്പോൾ 200 മെഗാ പിക്സലിന്റെ സാംസങ്ങിന്റെ ഒരു പ്രൈമറി ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ലെൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. 200 മെഗാ പിക്സലൊക്കെ എന്തിനാണ്? സാംസങ് ഒക്കെ ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. നിങ്ങൾക്ക് അതൊന്നും പിടിക്കാൻ പാടില്ലേ. 200 മെഗാ പിക്സലിന്റെ ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിന്റെ ലെൻസ് ആയിട്ട് കുറച്ച് എക്സ്പെക്ടേഷൻസ് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ഫോൺ ക്യാമറ നമുക്ക് നോക്കി നോക്കാം. പിന്നെ വേറൊരു ക്യാമറ കൂടെ സൈഡിൽ വരുന്നുണ്ട്. 2 മെഗാ പിക്സലിന്റെ വെറുതെ ഒരു ഷോ ഓഫ് ക്യാമറ കൂടെ വരുന്നുണ്ട്. പിന്നെ ഫോൺ ക്യാമറ നോക്കി കഴിഞ്ഞാൽ 60 മെഗാ പിക്സലിന്റെ ഒരു ഫോൺ ക്യാമറയാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ബാറ്ററി സൈഡിൽ നോക്കുമ്പോൾ വലിയൊരു ഇതൊന്നും പറയാനില്ല. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 120 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൊടുക്കുന്നുണ്ട്. കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നുണ്ട്. നമുക്ക് അത് എന്താണെന്ന് നോക്കാം. IP68 വാട്ടർ റേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ Wi-Fi 6 ഉണ്ട്. ഡുവൽ സ്പീക്കേഴ്സ് ഉണ്ട്. ഫൈനലി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്ക്രീനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഫോണിന്റെ സ്പെക്കും കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഈ ഫോൺ ഏതൊക്കെ വേരിയന്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ ഒരു ഫോൺ 2 വേരിയന്റിലാണ് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നത്. 8GB RAM 256GB പ്രൈസ് എന്ന് പറയുമ്പോൾ 32,000 ആണ്. 1GB RAM 512GB വരുന്നത് 36,000 ആണ്. ഫ്യൂഷൻ ബ്ലാക്ക്, ഫ്യൂഷൻ പർപ്പിൾ, ഫ്യൂഷൻ വൈറ്റ്. അപ്പോൾ ഈ ഒരു 3 കളർ വേരിയന്റിലാണ് ഈ ഒരു ഫോൺ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടപ്പെടും, ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാം. ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അതൊന്നും പറയാനില്ല. ദിസ് ഈസ് മീ സൈനിങ് ഔട്ട്.